നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലോ? കലണ്ടറിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിക്കേ, വിഷു വരാൻ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാണ്ട് പോയിട്ട് ഡ്രസ്സ് എടുക്കാം കേട്ടോ. ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കുന്ന വിഷുവിന് മാത്രമായിട്ടല്ല, എൻ്റെ ചേട്ടൻ്റെ കല്യാണം കൂടി വരുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിനും കൂടിയുള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ട്. മുഖം വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമും കൺമഷിയും പൊട്ടും മാത്രമാണ് ഇട്ടിട്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്ലസ് ടുവിൽ ഉഴപ്പാനുണ്ടായിരുന്ന കാരണം പറഞ്ഞുതരാന്ന്. വേറൊന്നുമല്ല, പ്ലസ് വണ്ണിൽ എത്തിയപ്പോൾ സാറുമാരും ടീച്ചേഴ്സ്മാരൊക്കെ പറഞ്ഞു, പ്ലസ് വണ്ണ് നന്നായിട്ട് പഠിച്ച് ഡബിൾ പാസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ വെറുതെ ഇരിക്കുക, ഒന്ന് നോക്കേണ്ട, ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടോ പ്ലസ് വണ്ണ് നന്നായിട്ട് പഠിച്ച് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വാങ്ങി. ഉണ്ടായിരുന്ന 6 വിഷയത്തിന് ഞാൻ ഡബിൾ പാസ് വാങ്ങി. എന്നിട്ടാണ് ഞാൻ പ്ലസ് ടുവിൽ സ്കൂളിലേക്ക് പോയത്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പോയത്. പ്ലസ് ടു ആർക്കും അങ്ങനെ മറക്കാൻ പറ്റാത്ത നല്ല നല്ല ദിവസങ്ങളായിരിക്കും, കുറേ ഓർമ്മകൾ ഉണ്ടായിരിക്കും എന്നൊക്കെയാണല്ലോ പറയുന്നത്. എനിക്ക് പക്ഷെ നേരെ തിരിച്ചാണ് കേട്ടോ. കാരണം കയ്യിലുണ്ടാകുന്ന ദിവസങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. പ്ലസ് വണ്ണിലായിരുന്നപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴായിരുന്നു ഞാൻ കരഞ്ഞത്. കാരണം എക്സാമിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പ്ലസ് ടുവിൽ എത്തിയപ്പോൾ പിന്നെ നോക്കണ്ട, കാരണം സ്കൂൾ തുറന്നപ്പോൾ മുതലേ കരച്ചിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് മുതലേ ഭയങ്കര ടെൻഷനായിരുന്നു. അതുപോലെ തന്നെ 2025 അങ്ങ് വേഗം പോവുകയും കൂടി ചെയ്തല്ലോ. അതുമാത്രമല്ല, ടീച്ചേഴ്സ്മാരും സാറുമാരും എന്തായിരുന്നു അന്ന് പറഞ്ഞത്, ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ കൽപ്പറ്റയിൽ പോയിട്ടാണ് ഡ്രസ്സ് എടുത്തത്. ഈ ഒരു ചുരിദാറാണ് എനിക്ക് എടുത്തത്. അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തപ്പോഴാണ് കുറേ ടൈം എടുത്തത്. പിന്നെ അച്ഛനൊരു ഷർട്ടും എടുത്തു കേട്ടോ. അമ്മയ്ക്ക് അച്ഛൻ 3 ഡ്രസ്സാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. അതുകൊണ്ടാണ് ടൈം എടുത്തത്. ഇനി പറയാം. അവർ പറഞ്ഞത് എന്തായിരുന്നു, പ്ലസ് വണ്ണിൽ നന്നായിട്ട് പഠിച്ച് ഡബിൾ പാസ് വാങ്ങിയ പ്ലസ് ടുവിൽ ഒന്നും നോക്കണ്ട, സമാധാനത്തിലിരിക്കാന്ന്. അന്ന് പ്ലസ് ടുവിൽ എത്തിയപ്പോൾ മുതൽ സാറുമാരും ടീച്ചേഴ്സ്മാരും കൂടി ഞങ്ങൾക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2 റെക്കോർഡ് ഉണ്ടായിരുന്നു, അക്കൗണ്ടിങ്ങിന്റെയും കമ്പ്യൂട്ടറിന്റെയും. അതും അല്ലാഞ്ഞിട്ട് പുതിയ ടീച്ചേഴ്സ്മാരും സാറുമാരും ആയിരുന്നു. റെക്കോർഡ് ബുക്ക് വന്നേ പിന്നെ ഒരു PT പോലും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. PT ഒക്കെ ഉണ്ടായിരുന്നു, അത് എത്രത്തോളം വേണമെങ്കിലും ഞങ്ങൾക്ക് എന്താ ആസ്വദിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതൊക്കെ എഴുതി തീർക്കേണ്ടതായതുകൊണ്ട് ഞങ്ങൾ PT ടൈമിൽ വരെ ഞങ്ങൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ റെക്കോർഡ് ബുക്കിൽ മാത്രമാണ് എഴുതുന്നെങ്കിൽ കുഴപ്പമില്ല, കാരണം ടൈം വേസ്റ്റ് ആവില്ല. ഇത് ഒബ്സർവേഷൻ നോട്ടിൽ എഴുതിയിട്ട് അത് സാറുമാരനെ കൊണ്ടേ കാണിച്ച് ഒപ്പിട്ടതിന് ശേഷം വേണം ഞങ്ങൾക്ക് അത് റെക്കോർഡിലേക്ക് എഴുതാൻ. സ്കൂളിൽ നിന്ന് ഒബ്സർവേഷൻ നോട്ട് എഴുതിയിട്ട് വീട്ടിൽ വന്ന് റെക്കോർഡ് എഴുതും. ഒന്ന് വായിച്ച് പഠിക്കാൻ കൂടി സമയം കിട്ടിയിട്ടില്ല. ടീച്ചേഴ്സ്മാർ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ടാവും, ആ ഡേറ്റിന് അവരെ കൊണ്ടേ കാണിക്കണം. ഒരു ദിവസം മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് ഞാൻ റെക്കോർഡ് എഴുതിയിട്ടുണ്ട്. പിറ്റേ ദിവസം റെക്കോർഡ് ബുക്ക് വെക്കേണ്ട ദിവസമാണ്, ഉറക്കം ഇല്ലാതെ റെക്കോർഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ദിവസം ഫസ്റ്റ് പീരീഡ് മുതൽ നമ്മൾ ഉറക്കം തൂങ്ങാൻ തുടങ്ങും. മുഖമൊക്കെ കൂടി കഴുകിയിട്ട് വന്നാൽ കൂടി നല്ല ഉറക്കം വരും കേട്ടോ. കുറേ വട്ടം സാറിൻ്റെ അടുത്ത് നിന്ന് ചീത്തയും കേട്ടിട്ടുണ്ട്. പിന്നെ PTA മീറ്റിങ്ങിന് അമ്മ വരുമ്പോൾ അമ്മേൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അമ്മയും അച്ഛനും എൻ്റെ കൂടെ തന്നെയാണല്ലോ ഉള്ളത്, അവർക്കറിയാലോ എൻ്റെ അവസ്ഥ, ഞാൻ എത്രത്തോളം ഉറക്കം ഉളയ്ക്കുന്നുണ്ടെന്നൊക്കെ. പലവട്ടം എൻ്റെ അടുത്ത് അമ്മയും അച്ഛനും വന്ന് പറഞ്ഞിട്ടുണ്ട്, പൊന്നു കടന്നുറങ്ങുന്നു. ക്ലാസ്സിൽ നിന്ന് വരെ ടെൻഷൻ അടിച്ച് റെക്കോർഡ് എഴുതിയിട്ടുണ്ട്. ഇപ്പം അതൊക്കെ തീർന്നപ്പോൾ ഒരു ആശ്വാസം മാത്രമാണ്.